മമ്മൂട്ടി പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ച കളങ്കാവൽ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടുന്നത്. റിലീസ് ദിനം നേടിയതിനേക്കാൾ കളക്ഷനാണ് ചിത്രം രണ്ടാം ദിനം നേടിയത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ മമ്മൂട്ടി നടത്തിയ പ്രതികരണമാണ് ചർച്ചയാകുന്നത്. നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പുത്തൻ പരീക്ഷണങ്ങളിലൂടെയും മലയാളികൾ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി. അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാണ് മഹാനടൻ മമ്മൂട്ടി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന ചിത്രത്തിലെത്തിയത്. പ്രതിനായകനായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസാണ് ഹൈലൈറ്റ്. വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി. താൻ സ്വീകരിക്കുന്ന വ്യത്യസ്തതകളെ സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. അങ്ങേറ്റം ആവേശം പകരുന്ന 2 ദിവസങ്ങളാണ് കടന്നുപോയതെന്നും റിലീസ് ദിനം മുതൽ കളങ്കാവലിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ശരിക്കും ത്രസിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. ഒപ്പം തന്റെ തെരഞ്ഞെടുപ്പുകളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് നന്ദിയെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. സമീപകാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും അധികം വൈവിധ്യപൂർണ്ണമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് മമ്മൂട്ടി. ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിൽ മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം ബാനറായ മമ്മൂട്ടി കമ്പനിയിലൂടെയാണ് കളങ്കാവൽ റിലീസ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ്. റിലീസ് ദിനം നേടിയതിനേക്കാൾ കളക്ഷനാണ് ചിത്രം രണ്ടാം ദിനം നേടിയത്. ഞായറാഴ്ചയും മികച്ച ബുക്കിംഗാണ് റിലീസ് ചെയ്ത മാർക്കറ്റുകളിലെല്ലാം ചിത്രത്തിന് ലഭിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് എത്ര വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ അനലിസ്റ്റുകൾ. അതേസമയം കളങ്കാവലിന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈറ്റ്സ് RFT ഫിലിംസ് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെയുണ്ടായിരുന്നു. GCC ഒഴികെയുള്ള ഓവർസീസ് റൈറ്റ്സ് ആണ് കളങ്കാവലിന് വേണ്ടി ഹംസിനി എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ചുകൊണ്ട് RFT ഫിലിംസ് സ്വന്തമാക്കിയത്. നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.